സത്യ നമുക്ക് ചായ കുടിച്ചാലോ? പിന്നെന്താ, വാ. എന്നാ വാ. ആ നീ ചായ പറ. ചേട്ടാ 2 ചായ. ആ ശരി. അജ്ഞാത വാഹനം ഇടിച്ച് വയോധികൻ ഹോസ്പിറ്റലിൽ. ദൈവമേ, ഇന്നലെ എന്റെ വണ്ടി ഇടിച്ച കക്ഷി തന്നെയാണല്ലോ ഇത്. ആക്സിഡന്റ് നടന്നെടുത്ത് ഇനി വല്ല CCTV കാണും ഈശ്വര. എന്നാ പണി പാളും. നമ്മുടെ ധനേട്ടനില്ലേ അത്? ആ വാ. ധനേട്ടാ, ആ, ആ, ആ. ആ എന്താ അത്ര കാര്യമായിട്ട് നോക്കുന്നത്? വല്ല ബമ്പറങ്ങാനും അടിച്ചോ? ഏയ്, അതിന് ഞാൻ ലോട്ടറി എടുക്കാറില്ല സത്യ. അതുകൊണ്ട് തന്നെ ലോട്ടറി റിസൾട്ട് നോക്കാറുമില്ല. പിന്നെ ദിവസം പത്രം വായിക്കും. ആ, 2 ആളുണ്ടല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ദ്രൻ ഔട്ടായ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ഇന്ദ്രൻ ഔട്ടായ കാര്യം? അല്ല, ഏതിന്ദ്രൻ? ഏത് കളിയിൽ ഔട്ടായത്? ഓ, ആരും അറിയാത്ത പോലെ ഇന്ദ്രൻ സുശീല ആന്റി പ്രസവിച്ച മകനല്ലെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാന്നേ. ഓ, അതിനാണോ ഇന്ദ്രൻ ഔട്ടായത്? ഇന്ദ്രേട്ടൻ ഇപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ട് ധനേട്ടാ. അമ്മയും മകനും ഇപ്പോഴും അമ്മയും മകനായിട്ട് തന്നെയാ കഴിയുന്നത്. ആ, അത് പിന്നെ പെറ്റമ്മയല്ലെങ്കിൽ വളർത്തമ്മയല്ലേ? സത്യ, അതിലെ ആ 3ാമത്തെ പേജിങ് തന്നെ ആദ്യം നോക്കിക്കൊണ്ടിരുന്നതാ. ഇതിലേ ഒരു ആക്സിഡന്റ് വാർത്തയുണ്ട്. ഏതോ ഒരുത്തൻ ഒരാളെ വണ്ടി ഇടിച്ച് കടന്നു കളഞ്ഞു. പോലീസുകാർ അവനെ പൊക്കാൻ സാധ്യത ഉണ്ടോന്ന് അറിയണല്ലോ. നോക്കട്ടെ, എവിടെ വെച്ച സംഭവം? നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ റോഡില്ലേ? ആ, അല്ല ശ്യാമേ, അവിടെ CCTV വല്ലതും ഉണ്ടോ? ആ, ചിലപ്പോ കാണും. ചേട്ടാ, ചേട്ടൻ പറഞ്ഞ ചായ. ആ, ആ. സത്യ, ഇത് നോക്കി. എന്താ ശ്യാം? ഇത് അയാളല്ലേ ഇന്നലെ രാത്രി നമ്മുടെ വീട്ടിൽ വന്നു? ചെറിയൊരു മുഖച്ഛായയുണ്ട്. അയാൾ തന്നെയാണെന്ന് ഉറപ്പില്ല. അതെ, ആ ആക്സിഡന്റിൽ പെട്ട ആളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഏയ്, ഇത് ഞങ്ങൾ ഉദ്ദേശിച്ച ആളല്ല. അല്ല, ഇയാളെ ധനേട്ടൻ അറിയാമോ? ആ, അത് പിന്നെ എനിക്ക് ധനേട്ടനെ അറിയാം. അതല്ലേ അവിടെ CCTV ഉണ്ടോ എന്നൊക്കെ ചോദിച്ചത്? അയ്യോ, അത് ഞാൻ ചോദിച്ചതേ ഈ ഇടിച്ചിട്ട വണ്ടിക്കാരനെ പോലീസ് കണ്ടുപിടിക്കുമെന്ന് അറിയാനാ. അവനെ കണ്ടുപിടിച്ച് തക്കതായ ശിക്ഷ കൊടുക്കണ്ടേ? അതിപ്പോ പോലീസ് അവനെ പിടിച്ചില്ലെങ്കിലും അവനുള്ള പണി വേറെ കിട്ടും. അതെ, ഈ വഴിയാത്രക്കാരെ ഇടിച്ചിട്ട് പോകുന്ന വണ്ടിയിലെ വല്ല ടിപ്പറും വന്നിടിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും അവന്മാരുടെ മരണം. 2 ചായ. ഇന്ദ്രേട്ടാ, ചായ. അവൻ എഴുന്നേറ്റില്ല അനു? ഇല്ല, പാല് കുടിച്ചിട്ട് അവൻ കിടന്നു. ചെറിയ പനിയുണ്ട്. ആണോ? മരുന്നെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണോ? നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞതല്ലേ. എനിക്ക് തോന്നുന്നത് നമുക്ക് അവനെ ഒന്ന് ഡോക്ടറെ കാണിക്കാന്നാ. പനി കൂടാനിടയുണ്ട്. എന്നാ പിന്നെ ഞാൻ ഷോപ്പിലേക്ക് പോകുമ്പോ നീ മോനെ കൊണ്ടുവാ. ഡോക്ടറെ കണ്ടിട്ട് ഞാൻ ഷോപ്പിലേക്ക് പോയിക്കോളാം. ആ സമയത്തൊന്നും ഡോക്ടർ വരില്ല ഇന്ദ്രേട്ടാ. പിന്നെ ഇവിടെ മോനെ എന്നെ വെച്ച് റെഡിയാക്കാനും സമയമെടുക്കും.